2021 സാർഡേനിയൻ അക്വേറിയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അവിടുത്തെ ഒരു ടാങ്കിൽ ഉണ്ടായിരുന്ന ഒരു സ്മൂത്ത് ഹൗണ്ട് സ്രാവിന് ഒരു കുട്ടി ഉണ്ടായത് കണ്ടിട്ടായിരുന്നു അവർ അന്ന് ഞെട്ടിയത്. അവർ ആ കുഞ്ഞിന് ഇസ്പേര എന്ന് പേരിട്ടു. ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ എന്നായിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷെ ഒരു സാധനൊരു കുട്ടി ജനിച്ചതിൽ ഇത്ര ഞെട്ടാനായിട്ട് എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ആ ഇസ്പേരയുടെ അമ്മയായിട്ടുള്ള സ്രാവ് പെൺസ്രാവുകളുടെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഇസ്പേരയ്ക്ക് അച്ഛനില്ല എന്നാണ്. പക്ഷേ ഈ ഒരു സംഭവം മാത്രമല്ല ഇങ്ങനെയുള്ളത്. മറ്റ് പല ജീവികളിലും പല സമയത്തും ഈ ഒരു പ്രതിഭാസം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സാധാരണ സെക്ഷൽ സ്പീഷീസുകൾക്ക് ഒരു എംബ്രിയോ ഉണ്ടാവാൻ വേണ്ടിയുള്ള പകുതി ക്രോമസോംസ് ഉള്ള സെക്സ് സെല്ലുകളാണുള്ളത്. അപ്പോൾ ഒരണ്ണം അല്ലെങ്കിൽ എഗ് സെൽ ഒരു ബീജവുമായി അല്ലെങ്കിൽ സ്പേമുമായി ചേർന്നാലേ 2 ഫുൾ സെറ്റ് ക്രോമസോമുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ചില ജീവികൾക്ക് പാർത്തനോജെനസിസ് എന്ന ഒരു തരം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള സെക്സ് സെല്ലുകളുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ പാർത്തനോസ് എന്ന് പറഞ്ഞാൽ വെർജിൻ അല്ലെങ്കിൽ കന്യക എന്നാണ് അർത്ഥം. ജെനസിസ് എന്ന് പറഞ്ഞാൽ ജനനമെന്ന്, അതായത് വെർജിൻ ബോൺ എന്നാണ് പാർത്തനോജെനസിസിന്റെ അർത്ഥം. ഇതിലൊരു അൺഫെർട്ടിലൈസ്ഡ് എഗ് സെല്ലിൽ നിന്നും സ്വന്തം ക്രോമസോം കൗണ്ടിനെ ഇരട്ടിയാക്കാൻ സാധിക്കുന്ന ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. ഇൻഫാക്ട് ചില ജീവികൾ ഈ പാർത്തനോജെനസിസ് എന്ന മെത്തേഡിൽ കൂടി മാത്രമേ പ്രത്യുൽപാദനം നടത്താറുള്ളൂ. മറ്റു ചില ജീവികളാകട്ടെ സെക്ഷലിയും പാർത്തനോജെനറ്റിക്കലിയും കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കുന്നവയാണ്. ഇത് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നതിലും കോമൺ ആണെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഏതാണ്ട് 80 ഡിഫറെൻറ്റ് സെക്ഷൽ സ്പീഷീസിലുള്ള ജീവികൾക്ക്, ഫോർ എക്സാമ്പിൾ കൊമാഡോ ഡ്രാഗൺ, ചിലതരം ടർക്കി കോഴികൾ, പെരുമ്പാമ്പുകൾ, അതേപോലെ തന്നെ ചിലതരം സ്രാവുകൾ ഒക്കെ തന്നെ പലപ്പോഴായി ഈ മെത്തേഡിൽ കൂടി അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നതായി നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സൂയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പിടിച്ചു വെച്ചിരിക്കുന്ന ജീവികൾ പ്രതീക്ഷിക്കാതെ ഒരു ചാൻസും ഇല്ലാതെ കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളിത് ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഇസ്പേരയുടെ ജനനത്തിൽ കൂടി ഇത് സ്മൂത്ത് ഹൗണ്ട് ഷാർക്കുകളിൽ ആദ്യമായാണ് നമ്മൾ കണ്ടെത്തുന്നത്. കാടുകളിലെ ചില പാമ്പുകളിലും നമ്മൾ ഈ പ്രതിഭാസം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം എത്ര ഇങ്ങനത്തെ അച്ഛനില്ലാത്ത ജീവികൾ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. കൃത്യമായ പോപ്പുലേഷൻ വൈഡ് ജനറ്റിക് അനാലിസിസിൽ കൂടിയേ നമുക്കിത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ചിലപ്പോഴൊക്കെ എവല്യൂഷണറി ബേസിസിൽ പാർത്തനോജെനസിസ് അവർക്ക് ഗുണകരമാണ് എന്നാണ്. കാരണം പല ജീവികളിലും സെക്സ് എന്ന് പറയുന്നത് മെനക്കേടാണ്. ഇണയെ ആകർഷിക്കുന്നതും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതുമൊക്കെ ഒരുപാട് ടൈമും എനർജിയും ഒക്കെ ചെലവാക്കുന്ന കാര്യമാണ്. അതേസമയം ഈ മെത്തേഡാണെങ്കിൽ ഒരു രക്ഷിതാവ് മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ. മെയ്ഫ്ലൈസ് എന്ന ഒരിനം പ്രാണികൾ ചില സമയത്ത് ആൺജീവികളെ ഇണചേരാനായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പാർത്തനോജെനസിസ് എന്ന മാർഗം ഓപ്റ്റ് ചെയ്യാറുണ്ട്. അവർക്കിത് ഗുണകരമാണ്. കാരണം ആകെ 1-2 ദിവസത്തെ ആയുസേ ഇവർക്കുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇണയെ കിട്ടിയില്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാം. വേനൽക്കാലത്ത് ധാരാളം ഭക്ഷണം കിട്ടുന്ന സമയത്ത് പി എഫിഡ്സും ഈ പാർത്തനോജെനസിസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് അവയുടെ പോപ്പുലേഷൻ റാപ്പിഡ്ലി കൂട്ടാൻ ഇതുകൊണ്ട് സാധിക്കും. വേനൽക്കാലം കഴിഞ്ഞ് ഓട്ടമാകുമ്പോഴേക്കും വീണ്ടും അവർ സെക്സിലേക്ക് അവർ സ്വിച്ച് ചെയ്യും. പക്ഷേ ചിലയിനും പല്ലികൾ, പാമ്പുകൾ, എഫിഡ്സ് ഒക്കെ തന്നെ ഒരിക്കലും സെക്സ് ചെയ്യാറില്ല. അവർ ഈ പാർത്തനോജെനസിസ് കൂടി മാത്രമാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് മറ്റ് ജീവികൾ സെക്സ് ചെയ്യുന്നത്? ശാസ്ത്രജ്ഞൻ പറയുന്നത് സെക്സ് ആകുമ്പോൾ വ്യത്യസ്ത ജീനുകൾ മിക്സ് ആവുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു ജനറ്റിക് ഡൈവേഴ്സിറ്റി ആയിരിക്കും ആ സ്പീഷീസിൽ ഉണ്ടാവുക. അപ്പോൾ ആ സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സിറ്റുവേഷന് ഫേവറബിൾ ആയിട്ടുള്ള മ്യൂട്ടേഷനുള്ള ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മൊത്തം സ്പീഷീസ് ഇല്ലാതെയായി പോവാതെ ഇരിക്കാൻ ഇത് അവരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യ സമയത്തിട്ട് എവല്യൂഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ പാർത്തനോജെനറ്റിക് പോപ്പുലേഷനിൽ ജീവികൾക്ക് അവരുടെ സ്വന്തം ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മുള്ളേഴ്സ് റേഷൻ എന്ന് പറയുന്ന ഒരു തിയറി അനുസരിച്ച് ഇത് അവർക്ക് ദോഷമാണ്. ഈ തിയറി പറയുന്നത് പാർത്തനോജെനറ്റിക് ലീനിയേജസിന് അവർക്ക് ദോഷകരമാവുന്ന മ്യൂട്ടേഷൻസ് പതിയെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ വന്നാൽ ഇവ ആയിരക്കണക്കിന് തലമുറകൾ കഴിയുമ്പോൾ മ്യൂട്ടേഷണൽ മെൽറ്റ് ഡൗൺ എന്നൊരു പോയിന്റിലേക്ക് എത്തും. ഈ സ്റ്റേജിൽ ജീവികൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ആ ജീവികൾക്ക് മൊത്തത്തിൽ വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ എൻ്റയർ പ്രോസസ്സ് നമുക്കിതുവരെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റിക്ക് ഇൻസെക്ട്സിൽ ശാസ്ത്രജ്ഞർ നടത്തിയ കുറച്ച് പരീക്ഷണങ്ങളിൽ പാർത്തനോജെനറ്റിക്കലി ഉണ്ടായ സ്റ്റിക്ക് ഇൻസെക്ട്സിൻ്റെ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക്
അവർക്ക് ദോഷകരമാവുന്ന ചില മ്യൂട്ടേഷൻസ് ഒക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് അവയിൽ തന്നെ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്തു വന്ന കുട്ടികൾക്ക് കണ്ടിട്ടുമില്ല. ഇതൊരു എക്സ്റ്റൻഷനിലേക്ക് പോകുമോ എന്നറിയണമെങ്കിൽ നമ്മൾ ഈ സമയം ആവുന്നത് വരെ കാത്തിരുന്നേ പറ്റുകയുള്ളൂ. അതേസമയം തന്നെ ബെഡ്ലോയിഡ് റോട്ടിഫേഴ്സ് എന്ന ജീവികൾ കഴിഞ്ഞ 60 മില്യൺ വർഷങ്ങളായിട്ട് പാർത്തനോജനസിസിൽ കൂടിയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഇവരെങ്ങനെയോ ഈ പ്രശ്നത്തെ ടാക്കിൾ ചെയ്തിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുന്നുമുണ്ട്. അതുപോലെ മറ്റ് ജീവികൾക്കും എങ്ങനെയെങ്കിലും ഇവരെ ടാക്കിൾ ചെയ്ത പോലെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പാർത്തനോജനറ്റിക്കലി റീപ്രൊഡ്യൂസ് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എക്സ്റ്റൻഷനിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകൾ എഴുതുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ക്യൂരിയസ്.